സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 4ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് സ്പൈഡർമാൻ സിനിമയെ ടോം ഹോളൻഡിന്റെ നോ വേ ഹോമിന് ശേഷം പുറത്തിറങ്ങിയ ബ്രാൻഡ് ന്യൂ ഡേ. പേര് പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡ് ന്യൂ ഡേ തന്നെയാണ്. സിനിമയുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ടോം ഹോളൻഡ് റീസ്റ്റാർട്ട് തന്നെയാണ്, അതും നോ വേ ഹോം എന്ന സിനിമയ്ക്ക് ശേഷം. നമുക്കാര് പ്ലോട്ട് അറിയാം, ഇപ്പൊ ലോകം മൊത്തം സ്പൈഡർമാൻ ആരാന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. അപ്പൊ ആ പുള്ളിക്കാരന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ആർക്ക് പുള്ളിനെ അറിയത്തില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് പുള്ളി നിലവിൽ നിൽക്കുന്നത്. അതിനുശേഷമുള്ള കഥയാണ് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ ആ ഒരു പുള്ളിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇതുവരെ കണ്ട സ്പൈഡർമാൻ അല്ലെങ്കിൽ ടോം ഹോളൻഡിന്റെ നോ വേ ഹോം ആണെങ്കിലും അതുപോലെ തന്നെ ഹോം കമ്മിങ് ആണെങ്കിലും ഫാർ ഫ്രം ഹോം ആണെങ്കിലും ഈ ഒരു പുള്ളി ക്യാരക്ടറായിട്ട് നല്ലപോലെ ഒന്ന് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരുന്നു ഇത്, എനിക്ക് പറയാൻ പറ്റും. കാരണം നല്ലപോലെ ഈ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടും പല സീൻസ് കാണുമ്പോൾ. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ടത് പുള്ളി ഈ സിനിമയിലെ സ്റ്റണ്ട് തന്നെയാണ്. നമുക്കറിയാം ചാൻചി എന്ന സിനിമയുടെ സംവിധായകനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. അതിന്റെ ക്വാളിറ്റി കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഈ സിനിമേന്റെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഡയറക്ടർ എന്താണ് സിനിമയിൽ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല വൃത്തിക്ക് മനസ്സിലാവും ഇത് സ്ഥിരം സ്പൈഡർമാൻ ടെംപ്ലേറ്റ് അല്ല. കാരണം ആ രീതിയിലാണ് പടം കൊണ്ടുപോകുന്നത്. നല്ല ഫാസ്റ്റ് ആയിട്ട് നല്ലപോലെ ഒരു സ്ട്രീറ്റ് ലെവലായിട്ടാണ് നമ്മുടെ സ്പൈഡർമാൻ നെയ്ബർഹുഡ് ഇവിടെ ഫൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഓരോ വില്ലൻസ് ആയിട്ട് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നല്ലപോലെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. പിന്നെ സിനിമയിലെ വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ ആയിട്ട് കാണുന്ന ഒരു സ്പൈഡർമാൻ സിനിമ പോലെ ആയിരുന്നില്ല ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാല്. ഈവൻ സിനിമേന്റെ പ്ലോട്ടിങ് ആണ് ഈ പറഞ്ഞ കൂടുതലും ഇമോഷണൽ ആയിട്ട് നല്ലപോലെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എങ്ങനെയായി ഇപ്പൊ നിലവിൽ നോ വേ ഹോമിന് ശേഷം, അങ്ങനെ കുറച്ചും കൂടി സ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ അടിപൊളി ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ബ്രൂസ് ബാനർ ഉണ്ട് സിനിമയില്. പിന്നെ നമ്മുടെ ഹാൻഡ് ഉണ്ട്. നമുക്ക് ഈ ബ്രൂസ് ബാനർ, ഹാൻഡ്, പണിഷർ, ഇവരുടെ ആ പണിഷറും അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെയും കോംബോ കിടുവായിട്ടുണ്ട്. പിന്നെ ഈ പണിഷർ സീരീസ് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പണിഷർ വൺ ലാസ്റ്റ് കില്ല് കണ്ടാലും മതി. ഞാൻ അങ്ങനെയാണ് കണ്ടത്. അതുകൊണ്ട് പുള്ളിക്കാരന്റെ സ്റ്റോറി എന്താണോ ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ ഹാൻഡൊക്കെ നിങ്ങൾ ഡെയർ ഡെവിൽ സീരീസ് കാണുന്ന പറ്റുവാണെങ്കിൽ കണ്ടോ. പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസ് കണ്ടാൽ മതി. ഇപ്പൊ നോക്കുവാണെങ്കിൽ റീലോഡഡ് മീഡിയ അതുപോലെ തന്നെ അല്ലാതെയും ഒരുപാട് ഈ കൊമിക്സ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന ചാനൽസ് ഉണ്ട്. അതിലൊക്കെ വീഡിയോ കണ്ടുപോയാലും നമുക്ക് ഓൾമോസ്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ മെയിനായിട്ട് മാർവലിന്റെ ഒട്ടുമിക്ക സിനിമകൾ കണ്ടുവരിക. ഏകദേശം നമുക്ക് പുതിയ സിനിമയായ ന്യൂ അവെഞ്ചേഴ്സ് അല്ലെങ്കിൽ തണ്ടർ ബോൾട്ട് അതും കൂടി ഒന്ന് കണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനത്തെ കുറച്ച് മാർവൽ സിനിമകൾ കണ്ട് ഒന്ന് പാച്ചപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ മറ്റൊരു സംഭവമാണ് ഈ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് വില്ലന്മാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാ ഒരു മാർവൽ സിനിമ കാണുകയാണെങ്കിലും ഒരു സ്പൈഡർമാൻ സിനിമ കാണുകയാണെങ്കിലും ഒരു വില്ലന്റെ ഒറിജിൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. എങ്ങനെയാണ് അയാൾ വില്ലനായി വരുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല, സ്റ്റാർട്ടിങ് തന്നെ ഫൈറ്റിംഗ് തന്നെയാണ്. അവിടെ തന്നെയാണ് ഫ്രഷ്നെസ് കാണാൻ പറ്റുന്നത്. നമ്മൾ എപ്പോഴും ഒരു സ്പൈഡർമാൻ സിനിമ കാണുമ്പോൾ നമുക്ക് ആ ടെംപ്ലേറ്റ് അറിയാം എന്താണ് ഒരു സൂപ്പർ ഹീറോ സിനിമ കാണുമ്പോൾ. പക്ഷെ ഇവിടെ ആ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. നല്ലപോലെ സ്ക്രിപ്റ്റ്, നല്ല ഇമോഷണൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് ക്യാരക്ടർ ഡെവലപ്മെന്റ്. പീറ്റർ പാർക്കറിന്റെ ആ ഒരു കഥയാണ് ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് നമുക്കറിയാം. അതിനേക്കാളും ബെറ്റർ ആയ ഒരു ഹൾക്കിനെ കാണാൻ പറ്റിയത് നമ്മുടെ ബ്രൂസ് ബാനർ വേർഷനിൽ. റെഡ് ഹൾക്കിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഫൈറ്റ് സീൻസ് ഒക്കെ കിഡുവാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ആയിട്ടുള്ള ഫൈറ്റ് സീൻസ് ആണെങ്കിലും നമ്മൾ ട്രെയിലറിൽ കണ്ടതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് തന്നെയാണ് ക്രൗഡായിട്ട് കാണുമ്പോൾ ആ ഒരു വിഷ്വൽസ് ഒക്കെ. പിന്നെ മറ്റ് വില്ലന്മാരുടെ ഒരു ഗ്ലിംസ് പോലെ കാണിക്കുന്നുണ്ട്, കൂടുതൽ കാണിക്കുന്നില്ല. പിന്നെ സ്കോർപ്പിയോന്റെ ഫൈറ്റിങ്സ് കാണുന്നുണ്ട്. പിന്നെ കൂടുതൽ എടുത്ത് പറയുന്നില്ല, സ്പോയിലേഴ്സ് ആയിട്ട് വരും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാൻ ഈ സ്പൈഡർമാൻ ഗെയിംസ് കളിക്കുന്ന ഒരാളാണ്. പി സിയിലാണ് കളിക്കുന്നത്, പ്ലേ സ്റ്റേഷൻ ഒന്നും ഇല്ല നിലവിൽ. അപ്പോൾ പി സിയിൽ ഞാൻ ഈ സ്പൈഡർമാൻ 1, 2 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഗെയിംസിൽ കളിക്കുന്ന നമുക്കറിയാം ഈ സ്പൈഡർമാനിന് ഒരു ടെക് സപ്പോർട്ട് ഉണ്ട്. ആ ടെക് സപ്പോർട്ടിൽ ഒരുപാട് വെബ് ഷൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ഗെയിം പ്ലേയിൽ കാണുന്ന അതേ സാധനം നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ സിനിമയിലോട്ട് വരുമ്പോൾ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സെർവർ പോലത്തെ ഒരു സംഭവമുണ്ട്. ആ നെറ്റ്വർക്കിൽ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുമല്ലോ, ഇങ്ങനെ വോയിസ് ഡബ് ചെയ്യുമല്ലോ. ഇപ്പൊ ക്രൈം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത്, അത് ഗെയിമിൽ കാണുന്ന എക്സൈറ്റ് സംഭവമാണ്. ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഉണ്ടാവും. നമ്മൾ ഈ ഗെയിമിൽ കാണുന്ന ഒരുപാട് ഈസ്റ്റർ എഗ്സ് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് സത്യം പറഞ്ഞാൽ. എന്തായാലും പോയി കാണുക. നിങ്ങളൊരു കട്ട മാർവൽ ഫാനും കട്ട സ്പൈഡർമാൻ ഫാനും ആണെങ്കിൽ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ മാക്സിമം സിനിമ ഈ ആഴ്ച തന്നെ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ
മാക്സിമം നല്ല ക്രൗഡായിട്ട് കാണുക. പിന്നെ സ്പൈഡർമാൻ്റെ എല്ലാ സിനിമയും കാണുക, നോ വേ ഹോം, ഫാർ ഫ്രം ഹോം, പിന്നെ കം ഹോം കമ്മിങ്, അതെല്ലാതും കാണുക, ചെക്കൗട്ട് ചെയ്യുക അത് മൊത്തം. പിന്നെ പണിഷറിൻ്റെ വൺ ലാസ്റ്റ് കില്ല് ഒന്ന് കാണുക. പിന്നെ ഈ ഡെയർ ഡെവിൽ ഹാൻഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ഒക്കെ വല്ല യൂട്യൂബിൽ വീഡിയോസ് കണ്ടാൽ നല്ല വൃത്തിക്ക് മനസ്സിലാവും. പിന്നെ മാർവെലിലെ പുതിയതായിട്ട് വന്ന തണ്ടർ ബോൾട്ട് അതൊന്ന് കണ്ടുവരാൻ ശ്രമിക്കുക. അതൊക്കെ തന്നെ ധാരാളം സിനിമ നമുക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാവും, കണക്ഷൻസ് ഒക്കെ സിനിമേൻ്റെ പ്ലോട്ട് കാണുമ്പോൾ. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ ആഴ്ച പോയി കാണാൻ ശ്രമിക്കുകയെന്ന്. റീൽസ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ പിന്നെ ഹൈപ്പായിട്ട് എൻ ക്രെഡിറ്റ് സീൻ മാത്രമേ ഉള്ളൂ, പോസ്റ്റ് മിഡ് ഒന്നും ഇല്ല. അതുകൊണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻസ് വെച്ചാൽ മതി. പിന്നെ ഡൂംസ്ഡേ ട്രെയിലർ ഉണ്ടാവും, രാമായണത്തിന് ട്രെയിലർ ഉണ്ടാവും, ഇത് രണ്ടും ഉണ്ടാവും. പിന്നെ ഈ സ്പൈഡർമാൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയിട്ട് ഒരു ഗ്ലിംസ് പോലത്തെ ഒരു ടീസറല്ല, ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു വീഡിയോയും കാണും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാത്തിരിക്കുന്ന ചെയ്യാം കൂടുതൽ സിനിമ റിവ്യൂസിനായിട്ട്.